നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. ചിമ്മിനി വനത്തിൽ കാട്ടാനയുടെ ആക്രമണം. ഫയർ ലൈൻ ജോലിക്കിടെ ഫോറസ്റ്റ് വാച്ചർക്ക് ദാരുണാന്ത്യം. ചുവരിൽ താമര വരച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പുതുക്കാട് മണ്ഡലം NDA ഇലക്ഷൻ ഗോതയിലേക്ക്. 13 ലക്ഷം കെട്ടിവെച്ചിട്ടും പമ്പിംഗ് ഇല്ല. മുത്രത്തിക്കരയിൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ കർഷകർ പെരുവഴിയിൽ. ഇനി ഹൈടെക് പഠനം. അളഗപ്പനഗർ LP സ്കൂളിൽ അഡീഷണൽ ക്ലാസ് മുറികൾ ഒരുങ്ങുന്നു. കൊടകരയിൽ ഇനി വെളിച്ചത്തിളക്കം. മിനി മാസ്റ്റ് ലൈറ്റുകൾ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകളുടെ ലഭ്യത നിലച്ചതോടെ സംസ്ഥാനത്ത് ഹോട്ടലുകൾ അടഞ്ഞു തുടങ്ങി. ഒട്ടേറെ അനുബന്ധ മേഖലകളെയും പ്രതിസന്ധി ഗുരുതരമായി ബാധിക്കുമെന്ന് ആശങ്ക. വിശദമായ വാർത്തകളിലേക്ക്. ചിമ്മിനി ഉൾക്കാട്ടിൽ ഫോറസ്റ്റ് വാച്ചറെ കാട്ടാന ചവിട്ടിക്കൊന്നു. എച്ചിപ്പാറ ഉന്നതിയിലെ മലയൻ വീട്ടിൽ കുമാറാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാവിലെ മംഗലം ഡാമിന്റെയും ചിമ്മിനി ഡാമിന്റെയും അതിർത്തി പ്രദേശമായ ഒളകര കവയിലായിരുന്നു സംഭവം. ഫയർ ലൈൻ ജോലിക്കായി പോയ 6 അംഗ സംഘത്തിന്റെ നേരെയാണ് പിടിയാനയുടെ ആക്രമണമുണ്ടായത്. ആനയുടെ മുന്നിൽ അകപ്പെട്ട സംഘം പല വഴിക്കായി ഓടി രക്ഷപ്പെടുകയായിരുന്നു. അരമണിക്കൂറിന് ശേഷം തിരിച്ചെത്തിയപ്പോഴാണ് കാട്ടാന ആക്രമിച്ച നിലയിൽ കുമാരനെ കണ്ടത്. കൂടെയുണ്ടായിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ബിന്നി, ശ്രീജിത്ത്, വാച്ചർമാരായ ഫാരിസ്, വിപിൻ, അനീഷ് എന്നിവർ ചേർന്നാണ് കുമാരനെ കാടിന് പുറത്തെത്തിച്ചത്. ഉടൻ വേലൂപ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. മൃതദേഹം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പുതുക്കാട് മണ്ഡലം NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉജ്ജ്വല തുടക്കം. പറപ്പൂക്കര പഞ്ചായത്തിലെ നെല്ലായി സെന്ററിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രിയും തൃശൂർ MP-യുമായ സുരേഷ് ഗോപി താമര ചുവരിൽ വരച്ച് പ്രചാരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് സജ്ജമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പുതുക്കാട് മണ്ഡലം NDA പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. നെല്ലായി സെന്ററിൽ നടന്ന ചടങ്ങിൽ പ്രവർത്തകരുടെ വലിയ സാന്നിധ്യത്തിലാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചുവർ ചിത്രം വരച്ച് ഉദ്ഘാടനം നിർവഹിച്ചത്. BJP പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം ദേവൻ, BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജനറൽ സെക്രട്ടറി PK ബാബു, ജില്ലാ സെക്രട്ടറി NR റോഷൻ, രാമദാസ് വൈലൂർ, ബിജു തച്ചംകുളം, രജത് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങര റിസർവ് വനങ്ങളിൽ നിന്നും ചന്ദനം മുറിച്ച് കടത്തി വിൽപ്പന നടത്തി വന്നിരുന്ന കുപ്രസിദ്ധ ചന്ദന കള്ളക്കടത്തുകാരൻ വീരപ്പൻ ജോയി വനം വകുപ്പിന്റെ പിടിയിലായി. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിലെ റിസർവ് വനങ്ങളിൽ നിന്നും ചന്ദനം അനധികൃതമായി മുറിച്ചു കടത്തി വിവിധ ചന്ദന കള്ളക്കടത്ത് മാഫിയകൾക്ക് വിൽപ്പന നടത്തുന്ന ആളാണ് വെള്ളിക്കുളങ്ങര മാവിൻചുവട് സ്വദേശി പുതുശ്ശേരി വീട്ടിൽ 60 വയസ്സുള്ള ജോയി. വെള്ളിക്കുളങ്ങരയിൽ വെച്ച് ചന്ദന തടിക്കച്ചവടം നടത്തുന്നതിനിടയിൽ വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KS ഷിനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ജോയിയെ പിടികൂടിയത്. വിൽപ്പന നടത്തുന്നതിനായി സ്കൂട്ടറിൽ 58 കിലോഗ്രാം ചന്ദനത്തടി കഷ്ണങ്ങളും ജോയി കൊണ്ടുവന്നിരുന്നു. വെള്ളിക്കുളങ്ങര റേഞ്ചിലെ 20 ചന്ദന കേസിലും പരിയാരം റേഞ്ചിലെ 5 കേസുകളിലും പ്രതിയാണ് വീരപ്പൻ ജോയി. വെള്ളിക്കുളങ്ങര ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ D രഞ്ജിത് രാജ്, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ ജോബി ജോസഫ്, മഹേഷ് കുമാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ KS ദിബു, NV വിനീത്, PS സനു, ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് MV ചന്ദ്രൻ, ഫോറസ്റ്റ് ഡ്രൈവർ KS സജിത്ത് എന്നിവരും ജോയിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. പറപ്പൂക്കര പഞ്ചായത്തിലെ മുത്രത്തിക്കര താമരച്ചാൽ പാടശേഖരത്തിൽ നെൽകൃഷി നശിക്കുമെന്ന ഭീതിയിൽ കർഷകർ. സബ്മേഴ്സിബിൾ മോട്ടോർ സ്ഥാപിച്ചിട്ട് മാസങ്ങളായെങ്കിലും വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതിനാൽ പമ്പിംഗ് നടത്താൻ കഴിയുന്നില്ല. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. നെല്ല് കതിരിട്ട് നിൽക്കുന്ന മുത്രത്തിക്കര പാടശേഖരത്തിൽ ഒരു മഴ പെയ്താൽ ഏക്കർ കണക്കിന് കൃഷി മുങ്ങി നശിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ. പുതിയ സബ്മേഴ്സിബിൾ മോട്ടോർ സ്ഥാപിച്ചതോടെ നിലവിലുണ്ടായിരുന്ന പെട്ടിപ്പറ സംവിധാനം മാറ്റിയിരുന്നു. എന്നാൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതിനാൽ വെള്ളം അടിച്ചു കളയാൻ മറ്റൊരു വഴിയുമില്ലാതെ കർഷകർ വലയുകയാണ്. ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാൻ KLDC 13 ലക്ഷം രൂപ KSEBയിൽ അടച്ചിട്ടുണ്ട്. എന്നാൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അനുമതിയില്ലെന്നും എഞ്ചിനീയർ അവധിയിലാണെന്നും കരാറുകാരൻ വേലി കെട്ടിയില്ലെന്നും പറഞ്ഞ് ഉദ്യോഗസ്ഥർ പരസ്പരം പഴിചാരുകയാണ്.
മാസങ്ങളായി പാടശേഖര സമിതി ഭാരവാഹികൾ ഓഫീസുകൾ കയറിയിറങ്ങുന്നുണ്ടെങ്കിലും നടപടികൾ ഒന്നുമായിട്ടില്ല. ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ എത്രയും വേഗം വൈദ്യുതി കണക്ഷൻ നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി MA ജോൺസൺ ആവശ്യപ്പെട്ടു. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷി നശിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്കായിരിക്കുമെന്നും കർഷകർ മുന്നറിയിപ്പ് നൽകി. സ്കൂൾ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മറ്റൊരു നാഴികക്കല്ലുകൂടി പിന്നിട്ട് അളഗപ്പനഗർ പഞ്ചായത്ത് LP സ്കൂൾ. SSK ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അഡീഷണൽ ക്ലാസ് മുറികളുടെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാകിരണം കോർഡിനേറ്റർ NK രമേശ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ദിനിൽ പാലപ്പറമ്പിൽ, വാർഡ് മെമ്പർമാരായ ലിറ്റി മെജോ, പ്രിൻസൽ തയ്യാലക്കൽ, K വിജീഷ് കുമാർ, VK വിനീഷ്, MN രാഗേഷ്, സജന ഷിബു, സുമ ഉണ്ണികൃഷ്ണൻ, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സിനി M കുര്യാക്കോസ്, കൊടകര BPC TR അനൂപ, HSS PTA പ്രസിഡന്റ് സോജൻ ജോസഫ്, പ്രധാനാധ്യാപിക MR രേണുദാസ്, PTA പ്രസിഡന്റ് ശ്രീദേവി ഷാജു, അധ്യാപകരായ MS സുമി, AS ഷല, VC ശ്രീജമോൾ എന്നിവർ സംബന്ധിച്ചു. റൂമിൻ്റെയും ടീച്ചർമാർക്ക് ഇരിക്കാനുള്ള ഒരു സംവിധാനം കൂടി വേണ്ടതുണ്ട്. അത് വേണമെങ്കിൽ MLA ഫണ്ട് കൊടുക്കുക എന്ന നിലയിൽ നമ്മൾ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ഞാൻ മണ്ഡലത്തിൽ ഒരു മീറ്റിംഗ് എടുത്തിരുന്നു. മീറ്റിംഗ് എടുക്കാൻ കാരണം ഒരു കുട്ടി നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതൊക്കെ കളിക്കാൻ വന്നപ്പോൾ ചെരുപ്പ് പ്രിയപ്പെട്ട കുഞ്ഞ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലെയും HMമാരെയും പ്രിൻസിപ്പാൾമാരെയും എല്ലാ വനവകുപ്പ് ഉദ്യോഗസ്ഥരെയും, മരങ്ങളൊക്കെ മറിഞ്ഞ് വീഴാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാ ഉദ്യോഗസ്ഥരെയും, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരെയും വിളിച്ചു ചേർത്ത് ഒരു യോഗം നടത്തി. ആദ്യമായി ഞാൻ അതിലെടുത്ത തീരുമാനം, ചാലക്കുടി മണ്ഡലം ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് കൊടകര പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. കൊടകര നാഷണൽ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ട് പരിസരം, നോബിൾ നഗർ എന്നിവിടങ്ങളിലാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രനീല ഗിരീശൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ദാസൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനയൻ തോട്ടാപ്പള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജസ്റ്റിൻ ഡൊമിനിക്, ഗ്രാമപഞ്ചായത്ത് അംഗം റോസിലി പാപ്പച്ചൻ എന്നിവർ സംസാരിച്ചു. വാണിജ്യാവശ്യത്തിനായുള്ള പാചകവാതക സിലിണ്ടറുകളുടെ ലഭ്യത നിലച്ചതോടെ സംസ്ഥാനത്ത് ഹോട്ടലുകൾ അടഞ്ഞു തുടങ്ങി. ഒട്ടേറെ അനുബന്ധ മേഖലകളെയും പ്രതിസന്ധി ഗുരുതരമായി ബാധിക്കുമെന്ന് ആശങ്ക. രാജ്യത്ത് നിലനിൽക്കുന്ന പാചകവാതക വിതരണ പ്രതിസന്ധി കേരളത്തിലെ ഹോട്ടൽ മേഖലയെയും വലയ്ക്കുന്നുണ്ട്. 99% ഹോട്ടലുകളും നിലവിൽ വിറകടുപ്പിൽ പാചകം ചെയ്യുന്നത് ഉപേക്ഷിച്ചിരുന്നു. ഫുഡ് ആൻഡ് സേഫ്റ്റി ആക്ട് നിലവിൽ വന്നതോടെയാണ് പാചകവാതകത്തെ പൂർണ്ണമായും ആശ്രയിക്കുന്നത്. ജീവനക്കാരുടെ ആരോഗ്യം കൂടി കണക്കിലെടുത്താണ് വിറകടുപ്പിലുള്ള പാചകം വേണ്ടെന്ന് വെക്കുന്നത്. ഇതിനാൽ പാചകവാതക സിലിണ്ടറിന്റെ വിതരണത്തിലുണ്ടാകുന്ന ക്ഷാമം മേഖലയെ വല്ലാതെ ബാധിക്കും. സംസ്ഥാനത്ത് ബുധനാഴ്ച 20% ഹോട്ടലുകൾ അടച്ചെന്നാണ് കണക്ക്. ഇന്നും കൂടുതൽ ഹോട്ടലുകൾ അടച്ചു. നിലവിലെ സ്റ്റോക്ക് തീരുന്നതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് ഹോട്ടൽ വ്യവസായം നീങ്ങുന്നതെന്ന് ഓൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നെന്മണിക്കര യൂണിറ്റ് പ്രസിഡന്റ് ജോസഫ് കുഞ്ഞാമര, ട്രഷറർ വിനോജ് തെക്കുംപുറം എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഹോട്ടലുകൾ അടച്ചിടേണ്ടി വരുന്ന സാഹചര്യം ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന നൂറുകണക്കിന് തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കുമെന്നും ഒരു ഹോട്ടൽ പൂട്ടുമ്പോൾ ഒരു കുടുംബമല്ല പട്ടിണിയിലാകുന്നതെന്നും തൊഴിലാളികളെ നിലനിർത്തുന്ന കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും ഓൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നെന്മണിക്കര യൂണിറ്റ് സെക്രട്ടറി സന്തോഷ് നാട്ടുരുചി പറഞ്ഞു. പാചകവാതക സിലിണ്ടർ ഒരു 10 ദിവസമായിട്ട് വളരെ പരിമിതമായ അളവിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 2 ദിവസമായിട്ട് 3 ദിവസമായിട്ട് തീരെ പാചകവാതകം കിട്ടുന്നില്ല. പല ഹോട്ടലുകളിലും പാചകവാതകം ഇല്ലാതെ കടകൾ അടച്ച അവസ്ഥകളാണ്. അപ്പോൾ നമ്മൾ നെന്മണിക്കര യൂണിറ്റിൻ്റെ കീഴിലുള്ള പല ഹോട്ടലുകളിലും പാചകവാതകം തീരെ നിന്നുപോയി. സപ്ലൈ ഇല്ല. 4-5 ദിവസമായിട്ട് തീരെ സപ്ലൈ ഇല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ 1 ദിവസമോ 2 ദിവസമോ നമുക്ക് പാചകവാതകം സൂക്ഷിക്കാവുന്ന ഒരു സംവിധാനം ഇപ്പോൾ ചെറുകിട ഹോട്ടലിലായാലും വലിയ ഹോട്ടലിലായാലും നമുക്ക് ഉള്ളൂ. അപ്പോൾ 2 ദിവസം ആയിപ്പോൾ പാചകവാതകം മൊത്തം തീർന്ന അവസ്ഥയിലാണ് പല ഹോട്ടലുകളിലും. രൂക്ഷമായി വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഹോട്ടലിലും നമുക്കൊരു മിനിമം 4 ആൾ മുതൽ മേലേക്ക് ഇഷ്ടംപോലെ പണിക്കാരുകളുണ്ട്. 20-25
15 ഒക്കെ അങ്ങനെ ആ റേഞ്ചിലുള്ള രീതിയിൽ പണിക്കാരുകളുണ്ട്. തൊഴിലാളികൾ ഹിന്ദി തൊഴിലാളികളായിട്ടും നമ്മുടെ നാട്ടിലുള്ളവരായിട്ടും ഉണ്ട്. ഇവരുടെ എല്ലാം പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടൽ പൂട്ടി കഴിഞ്ഞാൽ ഇവരുടെ ഉപജീവന മാർഗം തീരെ ഇല്ലാതാവും. ഒരു രീതിയിലും മറ്റൊരു ജോലിക്ക് പോകാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ പെട്ടെന്ന് ഹോട്ടൽ ജോലിക്കാർക്ക് പെട്ടെന്ന് ഇറങ്ങി പുറപ്പെടാനോ എന്ത് ജോലിക്ക് പോകും എന്നുള്ളത് തന്നെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മിക്ക ഹോട്ടലുകളും പൂട്ടി, സ്ഥാപനങ്ങൾ ഒരുവിധം തൊഴിലാളികളെല്ലാം ഹിന്ദിക്കാരെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് പറ്റുന്നില്ല. അവർക്ക് ഒരു ദിവസത്തെ ജോലി ഇല്ലെങ്കിൽ അവർ അടുത്ത സ്ഥലത്തേക്ക് പോയാൽ ഹോട്ടൽ തുറക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ പിന്നെ നമുക്കൊരു തൊഴിലാളികളെ കിട്ടാത്ത അവസ്ഥ, അത് വളരെ രൂക്ഷമായ അവസ്ഥയാണ്. ഗ്യാസ് സപ്ലൈ വന്നാൽ തന്നെ തൊഴിലാളികൾ കിട്ടാത്ത അവസ്ഥ വരും. പലരും പല ജോലിക്കും ചിലപ്പോൾ ഇറങ്ങി പുറപ്പെടും. അങ്ങനത്തെ വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഗാർഹിക ആവശ്യത്തിനായുള്ള വിതരണം പൂർണ്ണമായി തടസ്സപ്പെടാതിരിക്കാനുള്ള ശ്രമത്തിലാണ് കമ്പനികൾ. എന്നാൽ ഇവയ്ക്കും വരും ദിവസങ്ങളിൽ നിയന്ത്രണമുണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ വീട്ടമ്മമാരുടെ നെഞ്ചിടിപ്പേറ്റുകയാണ്. ഗ്യാസ് ഏജൻസിയിലേക്ക് വിളിക്കുമ്പോൾ ആദ്യം നമുക്ക് വിളിച്ചപ്പോൾ തന്നെ ബുക്കിംഗ് ആയി, നിങ്ങൾക്ക് ബുക്കിംഗ് എന്ന് പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിലേക്ക് ഗ്യാസ് വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ എൻഗേജ്ഡ് ആണ്, നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ആണ് എന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യാൻ കിട്ടണില്ല. എന്നിട്ട് ഞാൻ ആളെ ഏജൻസിയിലേക്ക് വിടാനായിട്ട് നിൽക്കണം. അപ്പം ടെൻഷനാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവരെന്താ പറയുക, കിട്ടില്ല. വീട്ടിലാണെങ്കിൽ അടുക്കള ചെറിയ പഞ്ചായത്തിൻ്റെ ഇതിൽ പണിതൊരു വീടായ കാരണം ചെറിയ അടുക്കളയാണ്. അപ്പോൾ അവിടെ അടുപ്പിൻ്റെ സൗകര്യമില്ല, ഗ്യാസിനെ ആശ്രയിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പം ഞങ്ങൾക്കിപ്പോൾ അതിൽ നിന്ന് ഭയങ്കര പേടിയുണ്ട്. ഇനി ഗ്യാസ് ഇപ്പോൾ കത്തിക്കണത് കഴിഞ്ഞു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താണെന്നുള്ളൊരു പേടിയുണ്ട്. കാറ്ററിംഗ് സർവീസുകൾ, ചെറുകിട ഗാർഹിക വ്യവസായങ്ങൾ എന്നിങ്ങനെ ഒട്ടേറെ മേഖലകളെയും തൊഴിലിടങ്ങളെയുമാണ് പാചകവാതക പ്രതിസന്ധി സാരമായി ബാധിക്കുന്നത്. എനിക്ക് മറ്റേ പലഹാരപ്പണിയാണ്. ചെറിയ വട്ടപ്പം, അട, കോഴിക്കോട്ട ഒക്കെ വീട്ടിലുണ്ടാക്കിയിട്ട് ബേക്കറികൾക്ക് സപ്ലൈ ആണ്. ഗ്യാസ് കിട്ടാണ്ടായപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. മറ്റേ വലിയ കുറ്റിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്ന് വിളിച്ച് പറഞ്ഞ് ഇന്ന് കിട്ടിയിരുന്നതാണ്. ഇപ്പോൾ വിളിച്ചപ്പോൾ പറയുന്നത് ലോഡില്ല, കുറച്ച് ദിവസം പിടിക്കും എന്നാണ് പറയുന്നത്. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഇതാക്കുന്നത്. അപ്പോൾ പകുതി നമ്മൾ മറ്റേ വിറകടുപ്പിലേക്ക് മാറി, പിന്നെ കുറച്ച് ഇൻഡക്ഷൻ കുക്കറിലേക്ക് നീങ്ങി. അപ്പോൾ ഒരു കുറ്റിയാണ് ഇനിയും നമ്മുടെ ഒരു ബാലൻസ് ഉള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ്, ഭയങ്കര പ്രശ്നം തന്നെയാണ്. പ്രശ്നത്തിലേക്ക് തന്നെയാണ് പോക്ക്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള പാചകവാതക സിലിണ്ടർ നിയന്ത്രണം അങ്ങനെ കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. നിലവിലെ സ്ഥിതിക്ക് മാറ്റം ഉണ്ടാകുമോ എന്നതിൽ യാതൊരു ഉറപ്പുമില്ലാത്തതാണ് വലിയ ആശങ്കയായി അവശേഷിക്കുന്നത്. പാചകവാതക ലഭ്യതയിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നതോടെ ഇന്ധനക്ഷമത കൂട്ടാനും ഇതര മാർഗങ്ങൾ കണ്ടെത്താനും തയ്യാറെടുക്കുകയാണ് നമ്മുടെ അടുക്കളകൾ. വിറകടുപ്പിൽ നിന്നും ഗ്യാസ് അടുപ്പിലേക്കുള്ള മലയാളിയുടെ പരിണാമം വളരെ പെട്ടെന്നായിരുന്നു. ഇന്ന് വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ തീർന്നു പോയാലുള്ള അവസ്ഥ പലർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല. പക്ഷേ നിലവിലെ പാചകവാതക പ്രതിസന്ധി നമ്മെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ 27 വർഷമായി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബശ്രീ ക്യാൻറ്റീനിൽ പാചകം വിറകടുപ്പിലാണ്. ചായ മാത്രമാണ് ഗ്യാസ് അടുപ്പിൽ തയ്യാറാക്കുന്നത്. വിറകടുപ്പിൽ ചായ തയ്യാറാക്കുന്നത് പുതിയ കാലത്തെ ഉപഭോക്താക്കൾക്ക് ഇഷ്ടപ്പെടില്ലെന്നും മറ്റ് വിഭവങ്ങൾ വിറകടുപ്പിൽ തയ്യാറാക്കുന്നതിനാൽ പാചകവാതക പ്രതിസന്ധി കാര്യമായി ബാധിച്ചില്ലെന്നും ക്യാൻറ്റീൻ നടത്തിപ്പുകാരിയായ ഓമന ചേച്ചി പറയുന്നു. ഞങ്ങളിപ്പോൾ ഒരു 27 വർഷമായിട്ട് ഞങ്ങൾ വിറകടുപ്പിലാണ് ചോറും കറികളൊക്കെ വയ്ക്കുന്നത്. ചായയാണ് ഇങ്ങനെ ഗ്യാസുമ്മ വയ്ക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിറകിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ എല്ലാവരും ഈ ഗ്യാസുമ്മ ചായ കുടിച്ച് ഇനി വിറകടുപ്പിൽ ചായ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടാവും. ചായയും വെച്ച സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇനി ഇവിടെ നമ്മുടെ ചായ ഗ്യാസുമ്മ വെച്ചില്ലെങ്കിൽ ആൾക്കാർക്ക് ടേസ്റ്റ് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരും. ആ ഒരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കുള്ളത്. വിറകുമ്മയാണ് ഇപ്പോഴും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിറക് 27 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. LPG സിലിണ്ടറുകൾക്ക് വില കുതിച്ചുയർന്നതും വിതരണത്തിലെ അനിശ്ചിതത്വവും മൂലം ജനങ്ങൾ പരിഭ്രാന്തരായി ഇൻഡക്ഷൻ സ്റ്റൗവുകളെയും ഇലക്ട്രിക് കുക്കറുകളെയും ആശ്രയിക്കുകയാണ്. ഇതോടെ വിപണിയിൽ ഇൻഡക്ഷൻ സ്റ്റൗവുകൾക്കും അവയ്ക്കുപയോഗിക്കുന്ന പാത്രങ്ങൾക്കും വൻ ഡിമാൻഡും ഒപ്പം ക്ഷാമവും നേരിടുന്നുണ്ട്. ഇവയുടെ വിൽപ്പന ചൂടപ്പം പോലെയാണെന്ന് വ്യാപാരികൾ പറയുന്നു. ഗ്യാസിൻ്റെ ഇപ്പോൾ ഷോർട്ടേജ് വന്നു തുടങ്ങിയപ്പോൾ ഇൻഡക്ഷൻ കുക്ക് ടോപ്പും ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പും ഭയങ്കരമായിട്ട് മൂവിങ് ഉണ്ട്. അപ്പോൾ അത് നിലവിൽ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതിയ സ്റ്റോക്ക് ഇന്ന് നാളെയായിട്ട് വരും എന്നാണ് വിചാരിക്കുന്നത്. വിലയിലും ചെറിയ മാറ്റം വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് അവരുടെ ഡിസ്ട്രിബ്യൂട്ടർമാർ. ഇത് സാധാ ഇൻഡക്ഷൻ കുക്കർ, കുക്ക് ടോപ്പ്, മറ്റേ വി ഗാർഡിൻ്റെ ഇതൊക്കെ ആകുമ്പോൾ ഒരു
2800 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇതന്നെ വേറെ കമ്പനിയിലാണെങ്കിൽ ക്രോംപ്ടൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരു 2750 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും, നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ തന്നെ ഇപ്പോൾ വേറെ ഒരു ഇത് വരുന്നതാണ് ഈ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് എന്ന് പറഞ്ഞിട്ട് കോയിൽ ബേസ് ചെയ്ത് വരുന്നതാണ്. അതാകുമ്പോൾ കറണ്ട് കുറച്ചുകൂടി കൂടുതൽ ഉപയോഗിക്കും. ഇതിൽ എല്ലാതരം പാത്രങ്ങളും ഉപയോഗിക്കും, അലുമിനിയം, സ്റ്റീല്, മണ്ണ്, എല്ലാതരം പാത്രങ്ങളും ഇതിൽ ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. അതിന് കൂടാതെ ഒരു ഗ്രില്ല്, അറ്റാച്ച്ഡ് ഗ്രില്ല് ഇത് വരുന്നുണ്ട്, നമുക്ക് ഗ്രില്ല് ചെയ്യാനാ അതിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പാണ് അത്. അറക്കപ്പൊടി പല്ലറ്റ് രൂപത്തിലാക്കി ഉപയോഗിക്കുന്ന ബ്ലോവർ അടുപ്പാണ് വ്യവസായ ആവശ്യങ്ങൾക്ക് മുതൽക്കൂട്ടായി മാറുന്നത്. മോട്ടോറിൽ പ്രവർത്തിക്കുന്ന പാചകവാതകത്തെക്കാൾ ലാഭകരവും ചൂടും ലഭിക്കുന്ന ഇത്തരം അടുപ്പുകൾ ഹോട്ടലുകൾക്കും മറ്റും അനിവാര്യമാണ്. പെരുമ്പാവൂരിൽ നിന്നാണ് ഇതിനാവശ്യമായ അറക്കപ്പൊടി പല്ലറ്റ് എത്തിക്കുന്നത്. ഗ്യാസില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കടകൾ അടച്ചു കൂട്ടി അങ്ങനെ വലിയ പ്രതിസന്ധിയിലാണ് പോണത്. ഇവിടുത്തെ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെല്ലറ്റിന്റെ അടുപ്പുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു വിഷയം വരുന്നില്ല. ഇതിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്യാസ് ആണെങ്കിൽ ഒരു കുറ്റിയോളം ഗ്യാസ് വേണ്ടി വരും ഇത് വർക്ക് ചെയ്യാൻ ഒരു ദിവസം. ഇതാകുമ്പോൾ 2 ചാക്ക് ഉണ്ടായാൽ കാര്യം കഴിയും. ഇത് ചാക്കിന് 400 രൂപയുള്ളൂ. 800 രൂപ നമ്മുടെ കാര്യങ്ങൾ ഒരു ദിവസം ഇതിന് മുകളിൽ ഓടും. ഇതിപ്പോ ഇതിന്റെ കൺട്രോളാണ്. അത് ഓണാക്കി കഴിഞ്ഞാൽ ഈ മോട്ടർ ഈ പെല്ലറ്റിനെ ഉള്ളിലേക്ക് തള്ളി കൊടുക്കും. കുറച്ച് നമ്മൾ കത്തിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഇത് ഇറങ്ങി കത്തിക്കൊണ്ടിരിക്കും. ഈ ബ്ലോവറിന് ഈ 2 ബ്ലോവർ ഇതിനെ സ്പീഡ് കൊടുക്കുന്നത് ഗ്യാസിനേക്കാളും പവറാണ്. അറക്കപ്പൊടി മിഷീനിൽ ജാമാക്കി പല്ലറ്റ് രൂപത്തിലാകും. ഇത് പെരുമ്പാവൂരാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ഇതുണ്ട്. ഏത് ഹോട്ടലുകളിലും കാറ്ററിംഗ് സ്ഥലങ്ങളിലൊക്കെ ഈ അടുപ്പ് ആയി കഴിഞ്ഞു. അപ്പോൾ ഗ്യാസ് ഇല്ലാണ്ട് വരുമ്പോൾ ബുദ്ധിമുട്ട് മാറ്റാൻ ഈ അടുപ്പ് ഭയങ്കര ഉപകാരമാണ്. കേരളത്തിലെ സ്കൂളുകളിൽ വിറകടുപ്പ് ഉപയോഗിക്കാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. വിറകിന് ചിലവാകുന്ന അധിക തുക സ്കൂളുകൾക്ക് നൽകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി. ഇത്തരം ബദൽ മാർഗങ്ങൾക്ക് പുറമെ ചില പാചക വിദ്യകൾ കൂടി നാം ഈ പ്രതിസന്ധി കാലത്ത് പരിശീലിക്കണം. പരിപ്പ്, ധാന്യങ്ങൾ എന്നിവ പ്രഷർ കുക്കറിൽ വേവിക്കുന്നത് ഗ്യാസ് ഉപഭോഗം ഗണ്യമായി കുറയ്ക്കും. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പാത്രങ്ങൾ നിർബന്ധമായും മൂടിവെക്കുക. വലിയ ബർണറുകൾക്ക് പകരം ആവശ്യമായ വലുപ്പത്തിലുള്ള ബർണറുകൾ മാത്രം ഉപയോഗിക്കുക. പാചകത്തിന് മുൻപ് എല്ലാ ചേരുവകളും അരിഞ്ഞ് തയ്യാറാക്കി വെക്കുന്നത് ഗ്യാസ് വെറുതെ കത്തിക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. ഇത്തരം നിർദ്ദേശങ്ങളും നാം ശീലിക്കേണ്ടിയിരിക്കുന്നു. രാജ്യത്ത് പാചകവാതക പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ ഇപ്പോൾ വിറകടുപ്പ് പോലെയുള്ള പഴയ ബദൽ സംവിധാനങ്ങളിലേക്ക് മാറുകയാണ് ഹോട്ടൽ വ്യവസായമടക്കമുള്ള മേഖലകൾ. ഇവിടെയാണ് പുതുക്കാട് ചിപ്സ് കോർണറിൽ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള അറക്കപ്പൊടി പല്ലറ്റ് ഉപയോഗിച്ചുള്ള അടുപ്പിൻ്റെ സംവിധാനം ശ്രദ്ധേയമാകുന്നത്. ഗ്യാസിനേക്കാൾ ലാഭകരവും ചൂടും നൽകുന്നതാണ് ഇത്തരം അടുപ്പുകൾ. ഏതായാലും ഇവരുടെ വ്യവസായത്തെ ബാധിക്കാത്ത തരത്തിൽ ഈ അടുപ്പ് ഈ അവസരത്തിൽ ഇവർക്ക് സഹായകമാവുകയാണ്. ഹോട്ടൽ വ്യവസായം അടക്കമുള്ള മേഖലകൾ ഇത്തരം വിറകടുപ്പ് പോലെയുള്ള പഴയ സംവിധാനങ്ങളിലേക്ക് മാറേണ്ട സാഹചര്യമാണ് സംസ്ഥാനത്തുടനീളം നിലനിൽക്കുന്നത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. സംസ്ഥാനത്ത് തുടർച്ചയായ വർധനവിന് ശേഷം സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി. രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങൾ പ്രാദേശിക വിപണിയിലും പ്രതിഫലിച്ചതോടെ ആശ്വാസത്തിലാണ് ഉപഭോക്താക്കൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഗണ്യമായ കുറവുണ്ടായി. ഗ്രാമിന് 45 രൂപ കുറഞ്ഞ 14,870 രൂപയിൽ എത്തി. പവൻ വിലയിൽ 360 രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില 1,18,960 രൂപയായി മാറി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി റെക്കോർഡ് ഉയരങ്ങളിൽ തുടർന്ന് സ്വർണ്ണവില താഴേക്കിറങ്ങുന്നത് വിവാഹ വിപണിയിലടക്കം വലിയ ആശ്വാസം നൽകും. രാജ്യാന്തര വിപണിയിലെ വില വ്യതിയാനങ്ങളും ഡോളറിന്റെ മൂല്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുമാണ് ആഭ്യന്തര വിപണിയിലും വില കുറയാൻ കാരണമായതെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് ഇഫ്താർ സംഗമം വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജി മോൻ അധ്യക്ഷത വഹിച്ചു. കോടാലി മഹൽ ഖത്തീബ് സയ്യിദ് അലവി ഫൈസി റംസാൻ സന്ദേശം നൽകി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി, TM ചന്ദ്രൻ, സുധീർ വെട്ടിയാട്ടിൽ, ബേബി മാത്യു കാവുങ്കൽ, CP ഉണ്ണികൃഷ്ണൻ, ജോർജ് സഫീലോ, ഫൗസിയ ഷാജഹാൻ, ടൈറ്റസ് കട്ടക്കയം, സാബു പോക്കാക്കില്ലത്ത് എന്നിവർ സംസാരിച്ചു. കാലിക്കറ്റ് സർവകലാശാല ഇന്റർ സോൺ ടഗ് ഓഫ് മത്സരത്തിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ കൊടകര സഹൃദയ കോളേജ് ചാമ്പ്യന്മാരായി. പുരുഷ വിഭാഗത്തിൽ ഇത് തുടർച്ചയായ 4ാം വർഷവും വനിതാ വിഭാഗത്തിൽ 3ാം വർഷവുമാണ് സഹൃദയ കോളേജ് വിജയികളാകുന്നത്.
പുരുഷ വിഭാഗത്തിൽ മണ്ണാർക്കാട് കല്ലടി MS കോളേജ് 2ാം സ്ഥാനവും ഇരിനാലക്കുട ക്രൈസ്റ്റ് കോളേജ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കൊരട്ടി നൈപുണ്യ കോളേജ് 2ാം സ്ഥാനവും പാലക്കാട് മേഴ്സി കോളേജ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കൊടകര സൗഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ നടന്ന മത്സരങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കായിക വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ G. ബിബിൻ ഉദ്ഘാടനം നിർവഹിച്ചു. സൗഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ സമ്മാനദാനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് ടഗ് ഓഫ് വാർ അസോസിയേഷൻ സെക്രട്ടറി ഷാൻ മുഹമ്മദ്, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K. കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പിള്ളി, കായിക വകുപ്പ് മേധാവി ഡോക്ടർ പോൾ ചാക്കോ എന്നിവർ പ്രസംഗിച്ചു. 65ാമത് സംസ്ഥാന പോളിടെക്നിക് കായികമേളയിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അളഗപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജ് ജേതാക്കളായി. എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ആവേശകരമായ പോരാട്ടത്തിൽ 42 പോയിന്റുകൾ നേടിയാണ് ത്യാഗരാജാർ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയത്. കായികമേളയുടെ തുടക്കം മുതൽ ആധിപത്യം പുലർത്തിയ ത്യാഗരാജാർ പോളിടെക്നിക് മികച്ച പ്രകടനമാണ് ട്രാക്കിലും ഫീൽഡിലും കാഴ്ചവെച്ചത്. ആൺകുട്ടികളുടെ 400 മീറ്റർ ഓട്ടത്തിലും 400 മീറ്റർ റിലേയിലും സ്വർണം നേടിയ ടീം 100 മീറ്റർ റിലേയിലും 200 മീറ്റർ ഓട്ടത്തിലും വെങ്കല മെഡലുകളും കരസ്ഥമാക്കി. ഫിസിക്കൽ ഇൻസ്ട്രക്ടർ ജോബി മൈക്കിളിന്റെ നേതൃത്വത്തിൽ 25 അത്ലറ്റുകളാണ് ത്യാഗരാജാർ പോളിടെക്നിക്കിനെ പ്രതിനിധീകരിച്ച് സംസ്ഥാന മീറ്റിൽ മാറ്റുരച്ചത്. വിജയികൾക്ക് പോളിടെക്നിക് സീനിയർ ജോയിന്റ് ഡയറക്ടർ ആനി എബ്രഹാം സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ശാരീരിക പരിമിതികളെ അതിജീവിച്ച് ലോകത്തെ കാണാനുള്ള വിനീതിന്റെ സ്വപ്നത്തിന് ചിറകേകി സേവാഭാരതി പാലാഴി യൂണിറ്റ്. അരയ്ക്ക് താഴെ തളർന്ന് വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയ അമ്പലക്കടവ് സ്വദേശി കൊലുത്തുപറമ്പിൽ കുമാരന്റെ മകൻ വിനീതിന് നാടിന്റെയും സുമനസ്സുകളുടെയും സഹകരണത്തോടെ വാങ്ങിയ ഓട്ടോമാറ്റിക് വീൽ ചെയർ കൈമാറുന്നു. സമൂഹത്തിലെ സഹൃദരായ വ്യക്തികളുടെ ആത്മാർത്ഥമായ പിന്തുണയോടെയാണ് ഈ വീൽചെയറിനായി ആവശ്യമായ തുക സമാഹരിച്ചത്. മാർച്ച് 15 ഞായറാഴ്ച അമ്പലക്കടവ് സേവാഭാരതി കാര്യാലയത്തിന് മുൻവശം നടക്കുന്ന ചടങ്ങിൽ സ്വാമി ശാന്താനന്ദ സരസ്വതി വീൽചെയർ വിതരണം നിർവഹിക്കും. അമ്പലക്കടവ് ക്ഷേത്രം പ്രസിഡന്റ് ചെമ്പോല പരമേശ്വരൻ, കുന്തം വിഷ്ണു നമ്പൂതിരി, സേവാഭാരതി പാലാഴി പ്രസിഡന്റ് രാധാകൃഷ്ണൻ നടപ്പറമ്പിൽ, ജനറൽ സെക്രട്ടറി അരുൺദാസ് എന്നിവരും ചടങ്ങിൽ സംബന്ധിക്കും. ഈ ശുഭവേളയിൽ പാലാഴിയുടെ മറ്റൊരു അഭിമാന നിമിഷം കൂടി സേവാഭാരതി ആഘോഷിക്കുന്നു. ഉന്നത വിജയം കൈവരിച്ച് CMA പരീക്ഷ പാസ്സായ സനൂജയെ ചടങ്ങിൽ വെച്ച് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ അനുമോദിക്കും. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. അളഗപ്പ നഗറിലെ ബിൽഡിംഗ് മെറ്റീരിയൽ കമ്പനിയിലേക്ക് സെയിൽസ് സ്റ്റാഫുകളുടെ ആവശ്യമുണ്ട്. ബയോഡാറ്റ വാട്സപ്പ് ചെയ്യുക. നമ്പർ 9526380003. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ഓൺലൈൻ സേവനദാതാക്കളായ അക്ഷയയുടെ സംരംഭകരാകാൻ മാർച്ച് 19 വരെ അപേക്ഷ സമർപ്പിക്കാം. ജില്ലയിലെ 70 ലൊക്കേഷനുകളിലേക്കാണ് അക്ഷയ സംരംഭകരെ തിരഞ്ഞെടുക്കുന്നത്. പൊതുവിഭാഗത്തിൽ 64 ലൊക്കേഷനിലേക്കും പട്ടികജാതി വിഭാഗത്തിൽ 2, പട്ടികവർഗ വിഭാഗത്തിൽ 4 ലൊക്കേഷനുകളിലേക്കുമാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 0472386809 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,870 രൂപ, പവന് 1,18,960 രൂപ. റിട്ടയേർഡ് പ്രധാനാധ്യാപകൻ വെണ്ടൂർ ചെറുവത്തൂർ കല്ലൂക്കാരൻ ജോർജ് അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് വെണ്ടൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ. മുത്രത്തിക്കര പയ്യപ്പള്ളി ത്രേസ്യ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് പറപ്പൂക്കര സെന്റ് ജോൺസ് ഫൊറോന ദേവാലയത്തിൽ. പരേതനായ വറീദാണ് ഭർത്താവ്. റോസ്ലി, ഡേവിസ്, സണ്ണി, പരേതനായ ജോയ്, ലിൻസി എന്നിവർ മക്കളും. പരേതനായ പോൾ, വത്സ, ഫിലോമിന, ഷിജി, തോമസ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ചിമ്മിനി വനത്തിൽ കാട്ടാനയുടെ ആക്രമണം. ഫയർലൈൻ ജോലിക്കിടെ ഫോറസ്റ്റ് വാച്ചർക്ക് ദാരുണാന്ത്യം. ചുവരിൽ താമര വരച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പുതുക്കാട് മണ്ഡലം NDA ഇലക്ഷൻ ഗോതയിലേക്ക്. 13 ലക്ഷം കെട്ടിവെച്ചിട്ടും പമ്പിംഗ് ഇല്ല. മുത്രത്തിക്കരയിൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ കർഷകർ പെരുവഴിയിൽ. ഇനി ഹൈടെക് പഠനം. അളഗപ്പ നഗർ LP സ്കൂളിൽ അഡീഷണൽ ക്ലാസ് മുറികൾ ഒരുങ്ങുന്നു.
കൊടകരയിൽ ഇനി വെളിച്ചത്തിളക്കം. മിനി മാസ്റ്റ് ലൈറ്റുകൾ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകളുടെ ലഭ്യത നിലച്ചതോടെ സംസ്ഥാനത്ത് ഹോട്ടലുകൾ അടഞ്ഞു തുടങ്ങി. ഒട്ടേറെ അനുബന്ധ മേഖലകളെയും പ്രതിസന്ധി ഗുരുതരമായി ബാധിക്കുമെന്ന് ആശങ്ക. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.